കലാഭവൻ സോബി ജോർജ് അറസ്റ്റിൽ. കള്ളപ്പണം ഇടപാട്, വിസ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ്. കൊച്ചി ഊന്നുകൽ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ നിലവിൽ 140 കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. വിശദാംശങ്ങൾ ജിത്ത് ജോൺ നൽകും. ജിത്ത്, ഇതുപോലെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള പരാതി നേരത്തെ വിവാദമായ പല സന്ദർഭങ്ങളിലും നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായത് ഏത് കേസിലാണ്? ജിത്ത്, കലാഭവൻ സോബിക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നത് നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായത് ഏതൊക്കെ കേസുകളിലാണ്? കള്ളപ്പണ ഇടപാട്, വിസ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ നിരവധി കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള നിരവധി സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 150 കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഇയാൾ ഈ തട്ടിപ്പ് തുടരുകയാണ് എന്നുള്ളതാണ് കൊച്ചി ഊന്നുകൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം ഈ ജപ്തി തടയാൻ ഇദ്ദേഹത്തിന്റെ ബസിന്റെ, ഈ ഗാനമേള ട്രൂപ്പിന്റെ ബസിന്റെ ടയറുകളെല്ലാം തന്നെ ഊരി മാറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയിരുന്നു. ഒടുവിൽ ട്രെയിൻ ഉപയോഗിച്ചാണ് പോലീസ് എന്ന ജപ്തി നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയത്. ജോലി തട്ടിപ്പിൽ നഷ്ടപരിഹാരം നൽകാൻ പ്രതിയുടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 140 കേസ്. ആ ഒരു പാവം ചെക്കനുണ്ടല്ലോ, എന്നാ തൊപ്പിയാക്കി ഇപ്പിന്നെങ്ങാറ്റം പറഞ്ഞൊരു ചെറുക്കൻ എന്തോ ഒരു ചെറിയൊരു തെറി വിളിച്ചതിന് ചവിട്ടി പൊളിച്ചിട്ട് അറസ്റ്റ് ചെയ്തിന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവൻ്റെ വീടിൻ്റെ ഡോറ് ചവിട്ടി പൊളിച്ചിട്ട് അവൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളും മുഴുവൻ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ഈ 140 കേസുള്ളവൻ 20 വർഷമായിട്ട് ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൻ്റെ പവറൊന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ എത്രമാത്രം ഈ തട്ടിപ്പിൻ്റെ പകുതി പൈസയ്ക്ക് എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക? അല്ല, ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ട് ഇപ്പോഴാണോ ഉറക്ക് തെളിയുന്നത്? ഇപ്പോഴും കോടതി ഇടപെട്ടതിൻ്റെ പാണോ ഇവർക്കെല്ലാം ഉറക്ക് തെളിയുന്നത്? 2 ദിവസം മുമ്പ് നമ്മൾ ഈ മറുനാടൻ മലയാളിയിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ജപ്തി ചെയ്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടയറുകളെല്ലാം അഴിച്ചു വെച്ച ഒരു സ്ഥിതി, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കലാഭവൻ സോബിൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടപ്പോഴേ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ, അതുപോലെ തന്നെ ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി തന്നെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ, അതായത് അവരെ ഈ ഒരു ഗതിയിലാക്കിയത് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ സംസാരങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ലക്ഷ്മി അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെയാണ് ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരാരാ എനിക്കറിയാം. 20 വർഷമായിട്ട് ഈ കൊള്ള നടത്തുന്ന, അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ തട്ടിപ്പ് നടത്തി മൂഞ്ചിക്കൊന്ന ഇവൻ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണി. ആലോചിച്ച് നോക്കണം. ഇന്നിപ്പം പറയുന്നുണ്ട് ഒരു കേസിൽ പോലും നമ്മൾ പോയിട്ട് സാക്ഷി പറയരുത്, ഒരു കേസിൽ പോലും സാക്ഷി പറയരുത്. അതെന്താ, സാക്ഷി പറഞ്ഞു കഴിഞ്ഞിട്ടാണോ ഇവന് ഈ തട്ടിപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തത്? 20 വർഷമായിട്ട് ഇവന് ഇത്രയും തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ കസ്റ്റഡിയിൽ എടുത്തില്ല? നമ്മുടെ നാട്ടിലിപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരോ ആൾക്കാരെ പിടിക്കുമ്പോഴേ 50 കേസ്, 60 കേസ്, 70 കേസ്, ഇങ്ങനെ കേസുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തുന്നവരെയും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കേസുകൾ കൂടിക്കൂടി വരുന്നവരെയും ഇവിടെ ഒന്നും ചെയ്യാനുള്ള ഒരു നിയമമില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് യുവമാരൊക്കെ ഇത്രയും ഒരു തട്ടിപ്പ് നടത്തി, 2 തട്ടിപ്പ് നടത്തി, 3 തട്ടിപ്പ് നടത്തി, 140 തട്ടിപ്പ് നടത്തുന്നവരെ എല്ലാവരും നോക്കി നിന്നു. അല്ലെങ്കിൽ 140 തട്ടിപ്പ് നടത്തിയപ്പോൾ ഇയാൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ തട്ടിപ്പിലും കേസ് ഉണ്ടാകും. കാരണം ഇഷ്ടംപോലെ പൈസയില്ലേ കയ്യിലെന്ന് പറഞ്ഞ് ഈ തട്ടിപ്പ് നടത്തിയ പൈസയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പുകാരനാണ് ബാലഭാസ്കറിൻ്റെ മരണം ഞാൻ കണ്ടു, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, എൻ്റെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കൂ, പക്ഷെ അത് ലൈവായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇവിടെ വന്നിട്ട് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചെറിയൊരു അവിശ്വാസക്കുറവുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു ബാലഭാസ്കറിൻ്റെ ആ ഒരു സ്ത്രീ, അവർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ശാപാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴും ഇയാളെ പിടിച്ച് പോലീസ് കൊണ്ടുപോയത്. ഏതായാലും ഇനിയിപ്പോഴും 2-3 ദിവസം കഴിഞ്ഞാൽ അവൻ പുറത്തു വരും, അത് വേറെ പ്രശ്നമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു വക്കീൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ അയാൾ ജാമ്യത്തിലെടുക്കും, അത് വേറെ പ്രശ്നം. അപ്പോൾ 140 ആവും, പിന്നെ 150 ആവും, പിന്നെ 160 ആവും, 200 ആവും, 300 ആവും, ഇങ്ങനെയൊക്കെയാണ് കേസിൻ്റെ പോക്ക്. അപ്പോൾ ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ബാലഭാസ്കറിൻ്റെ മരണത്തെ പറ്റിയിട്ട് ഇയാൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ബാലുവിൻ്റേത് ഒരു കൊലപാതകം തന്നെയാണ്. ഈ കേസ് എപ്പോഴും തെളിയും. അപ്പൊ ഇന്ത്യ കണ്ടേക്കണ ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിന്റെ തെളിയും. ലക്ഷ്മി എന്ന് പറയുന്ന ആള് 6 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്റർവ്യൂ വരുന്നത്. ചേട്ടൻ അതിന് തന്നെ ഒരു സംശയം തോന്നുന്നുണ്ട്? ഈ 6 വർഷമായ ഞാൻ ഇപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരു കോൾ അവർക്ക് വിളിക്കാം, ഇതുവരെ ചേട്ടൻ ഒരു ഒന്നും വിളിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവർ വിളിക്കണ്ടേ? എന്തുകൊണ്ട് അവർ വിളിച്ചില്ല?
അപ്പോൾ ഇയാൾ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇയാൾ എല്ലാ മാധ്യമങ്ങളിലും പോയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് ഇയാൾക്ക് നല്ലൊരു ഫെയിം കിട്ടി. ആർക്കും അറിയില്ലായിരുന്നു ഈ കലാപവും സോവിയും ഒക്കെ പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ കലാപവും പ്രചോദിനിയും അതുപോലെ കലാപവും മണീനെയും അത് ഇങ്ങനെയുള്ള ആൾക്കാരെ അറിയാമെന്നല്ലാതെ ഇങ്ങനെ ഒരു ആളുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലഭാസ്കറിൻ്റെ കേസ് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര തിരക്കായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ന് പറയുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ചാനലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇയാൾ ഈ ബാലഭാസ്കറിൻ്റെ കേസിലാണ് ഇയാൾ ശരിക്കും പറഞ്ഞ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇയാൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, ബാലഭാസ്കറിൻ്റെ കൊലപാതകമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ല? കാരണം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കൊലപാതകമാണെന്ന് ഇയാൾ പറയുന്നതിന് ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പിടിക്കുന്നില്ല അന്നേ എല്ലാവരും ചോദിക്കുന്നതാണ്. പക്ഷേ പോലീസിനെ തന്നെ അറിയാം ഇവൻ ഉഡായിപ്പായിരിക്കാം, അല്ലെങ്കിൽ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ കയറിയിട്ട് നമുക്കൊന്ന് ആളാകാം എന്നുള്ള ഒരു ഇതിലായിരിക്കും. ഇപ്പം ദിലീപിൻ്റെ കേസിൽ കണ്ടില്ലേ, കുറേ വേട്ടാവളിയന്മാർ വന്നിട്ട് ആളാകുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി മറ്റൊരു ഇന്റർവ്യൂ കൂടി കേട്ടിട്ട് വരാം. ഭാര്യ ഇപ്പൊ രശ്മി ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ആ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലക്ഷ്മി പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ പ്രത്യേകത തോന്നി കാണും, മാധ്യമങ്ങൾക്കൊക്കെ. എനിക്കൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ അവര് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി നിങ്ങൾക്ക് വായിക്കാം. അവർ ഇന്നലെ 3 ആവർത്തി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റ്. അത് അവരൊരു മുൻകൂർ ജാമ്യം എടുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ഇടതുവശത്ത് അടിയിൽ കത്തി പോലുള്ള ഒരു നേർത്ത ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു മുറിവാണ്. അപ്പൊ ഇവര് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു. കോടതി കൊടുത്തപ്പോ പറഞ്ഞു എന്റെ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയില്ല എന്ന് പറഞ്ഞു. എന്ത് CBI ആണ് ഇത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ കേസിൽ ദുരൂഹതയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തോ ഇതിൻ്റെ അകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വിദേശത്ത് പോകുന്നത് എന്തിനാണെന്ന് ചില ഒരു ഊഹാപോഹങ്ങളൊക്കെ ആ ഒരു സമയത്തുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം കൊണ്ടുവരാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനും കുറച്ച് കാര്യങ്ങളൊക്കെ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമുക്കറിയാലോ ഈ 140 തട്ടിപ്പ് കേസിൽ പ്രതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കാരനൊന്നും ആയിരിക്കൂല, നല്ല രീതിയിൽ പിടിപാടുള്ളവൻ തന്നെയായിരിക്കും. ഒരു പിടിപാടും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊക്കെ ഇതിനു മുമ്പേ അറസ്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയും നാൾ 20 വർഷത്തോളം ഇദ്ദേഹം ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവർ തന്നെയാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എച്ചിൽ നക്കികളായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അവരൊക്കെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നു. ഇപ്പോഴും ഗത്യന്തരമില്ലാതെ കസ്റ്റഡിയിലെടുത്തത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ഒരു മരണത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഭാര്യയ്ക്ക് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലക്ഷ്മിയെ കാണുമ്പോഴും ജനങ്ങൾ മുഖം തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയാണ്. ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ആ സ്ത്രീയെ ഇതുപോലെയാക്കിയതെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇന്റർവ്യൂകളിലും വന്ന തംബ്ലൈനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറ്റക്കാരി ലക്ഷ്മിയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഇത്. കണ്ട, ബാലഭാസ്കറിന്റെ മരണത്തിൽ സത്യം ഭാര്യ ലക്ഷ്മിക്കറിയാം, നെഞ്ചിൽ ചവിട്ടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇന്റർവ്യൂവിൽ വരുന്ന ഇതാണ്. ആലോചിച്ചൊക്കെ ഏകദേശം 1 വർഷം മുമ്പാണ് ഈ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനെ പലതരത്തിലും ഇന്റർവ്യൂകളും ഇതൊക്കെ വന്നു. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ലക്ഷ്മിയെ തന്നെയാണ്, ബാലഭാസ്കറിന്റെ ഭാര്യയെ. അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെയും അതുപോലെ തന്നെ തങ്ങളുടെ കൊച്ചു മകളെയും കൊല്ലാൻ വേണ്ടി കൂട്ടു നിൽക്കൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മകൾ കൊല്ലപ്പെട്ടത് അബദ്ധത്തിലാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് സംസാരിക്കുന്നത്. ഏതായാലും ബാലഭാസ്കറിന്റെ മരണത്തിൽ നമുക്ക് എല്ലാവർക്കും ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങളെ, പിന്നെ ബാലഭാസ്കറിന്റെ വണ്ടി ഓടിച്ച ഗുണ്ടകളെ, അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് ഏതെങ്കിലും ഒരു കേസിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതികളായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ആ കാർ ഇടിച്ച രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലഭാസ്കറിനും മകൾക്കും മാത്രമാണ് ഗുരുതരമായി പരിക്ക് പറ്റിയത്. ബാക്കി ആർക്കും പരിക്ക് പറ്റില്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു, അതുപോലെ ഭാര്യ ഉണ്ടായിരുന്നു, അവർക്കൊന്നും കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരൂഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് എന്താണ് കാര്യം? ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും അറിയാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ്, നീ ഇതുപോലെ ചെയ്തോ പോയിട്ട്.
ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് എന്തെങ്കിലും നിനക്ക് കിട്ടുന്നത് എടുത്തോ എന്നുള്ള രീതിയിൽ ഒരു ഫെയിം ആകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിലിൽ പോയതിനു ശേഷം ദിലീപിന് വേണ്ടിയിട്ട് വാദിക്കാൻ ഇവിടെ ഇതുവരെ അറിയാത്ത ശാന്തി വിളയും മറ്റവനും ഇവനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്കറിയാൻ തുടങ്ങിയത് എപ്പോഴാണ്? ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജയിലിൽ പോയതിനു ശേഷമാണ്. അപ്പോൾ ദിലീപിൻ്റെ ആ ഒരു പേരും പറഞ്ഞിട്ട് വലിയ ആളാകുന്നത് പോലെ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോബിൻ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിന്റെ പേരും പറഞ്ഞിട്ട് ചിലപ്പോഴേ വലിയ ആളാകാൻ വേണ്ടിയിട്ടായിരിക്കും. 4 പേര് അറിയപ്പെടുമല്ലോ, അത് തന്നെയല്ലേ എല്ലാവർക്കും വേണ്ടത്. എല്ലാവർക്കും വേണ്ടത് ഫെയിം തന്നെയാണ്, അല്ലാതെ ബാലഭാസ്കറിനോടുള്ള സ്നേഹം കൊണ്ടോ ബാലഭാസ്കറിന്റെ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ കേസ് വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കണ്ടെത്തിയ ഒരു പരിപാടി മാത്രമാണ്. ഏതായാലും പൊതുജനങ്ങൾ എന്ന് പറയുന്നത് കഴുതയല്ല, എല്ലാവരും മനസ്സിലാക്കുക. കാരണം ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഊഹിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങനെ വെള്ളം തൊടാണ്ട് വിഴുങ്ങത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളും പല കേസുകളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരുമ്പോഴേ സംശയങ്ങൾ തന്നെയാണ്. ഏതായാലും ബാലഭാസ്കറിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അത് തെളിയാത്തിടത്തോളം കാലം ജനങ്ങളുടെ മനസ്സിലൊക്കെ അതൊരു സംശയ കേസ് തന്നെയാണ്. ഇപ്പോഴിതിങ്ങനെ പൊങ്ങി വരാനുള്ള കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ അടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതായത് ഇദ്ദേഹം എന്തിനായിരുന്നു ആ ഒരു കേസിൽ ഇത്രമാത്രം, അതായത് ഇയാളിങ്ങനെ നേരിട്ട് അവിടെ വെച്ച് കണ്ടു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഓടിച്ചെല്ലാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് രക്ഷിക്കാമായിരുന്നില്ലേ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബാലഭാസ്കർ കേസിലും പിന്നെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇത്രയും തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളായതുകൊണ്ട് ഇയാൾ പറയുന്നത് അത്രത്തോളം നമുക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുമാത്രവുമല്ല, ഇനിയും ഇദ്ദേഹം കൂടുതൽ തട്ടിപ്പ് നടത്തട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സോളാർ തട്ടിപ്പ് നടത്തിയ ഒരുത്തൻ വേറൊരു പേരിൽ വന്നിട്ട് ഇപ്പം തട്ടിപ്പ് നടത്താൻ വേണ്ടി തുടങ്ങുന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് 50 കോടി ഉറുപ്പ്യ തട്ടിയ ശബരിനാഥൻ എന്ന് പറയുന്ന ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്ന് അപ്പം ഇപ്പോഴും പുതിയ തട്ടിപ്പോയിട്ട് രംഗത്തിറങ്ങുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ പുതിയ ആൾക്കാരൊക്കെ, അതായത് പഴയ ആൾക്കാർ പേരും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പുതിയ തട്ടിപ്പുമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഏതായാലും ബാലഭാസ്കറിന്റെ കേസ് തെളിയട്ടെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണോ ലക്ഷ്മിക്കെതിരെ ഈ ഒളിയമ്പുകളെല്ലാം എഴുതിടുന്നത്? ലക്ഷ്മിക്ക് പലതും അറിയാം, ഒന്നും അറിയില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് എന്തോ കാര്യങ്ങൾ അറിയാം. അത് കൃത്യമായിട്ട് ലക്ഷ്മി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാലഭാസ്കറിന് മോശം വരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.